മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. കുറച്ച് മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ വിചാരിച്ചു വെട്ടിപ്പിട്ടിന്നൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ എന്ന്. ഇതിനാവശ്യമായ ഒരു 10 കൊച്ചുള്ളി, 5 ഇടത്തരം വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇടിപിടിയുന്നു. വേണ്ടേ, ഇന്ന് വെളിയിൽ വെച്ചാണ് പാചകം. കാറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റൗ അണഞ്ഞു പോകുന്നൊരു പേടിയുണ്ട്. പെട്ടെന്ന് ഇടിപിടിയുന്നൊരു മത്തിക്കറി. ഇടിപിടിയുന്നൊരു മത്തിക്കറി. പതിനഞ്ച് മത്തി, വലിയ മത്തിയല്ല എന്നാൽ ചെറിയ മത്തിയല്ല, ഒരു ഇടത്തരം മത്തി, 15 മത്തി കിട്ടിയാൽ അതിനുള്ള ഒരു കൂട്ടാണിത്. മുളക് നമ്മൾ ഈ മുളക് കീറിയിടുന്നത് പിന്നെ ചതയ്ക്കണ്ട, അത് അതുപോലെ തന്നെ കീറിയിടണം. ചതച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും മുളക് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഒരു പരുവായി കഴിഞ്ഞു. ഇനി പിടിയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കാം. ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി ആഡ് ചെയ്യണം. ഇടത്തരം 15 മത്തിക്കുള്ള ഒരു കൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനിത് ഇടുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാനൊരു 4 പ്രാവശ്യം മുളക് പൊടി ഇടുന്നുണ്ട്. അതൊരു കുഞ്ഞ് സ്പൂണായിരുന്നു. അതിൻ്റെ കറക്റ്റ് അളവ് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. നമ്മുടെ പരുവായി. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഈ വെള്ളം മതി. ഇതിരുന്ന് അങ്ങോട്ടങ്ങ് തിളയ്ക്കട്ടെ. നമ്മളിപ്പോഴേ കഷ്ണം ഇട്ട് കൊടുക്കുന്നില്ല. നല്ലതുപോലെ അങ്ങ് തിളയ്ക്കട്ടെ. ഇത് നല്ല ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിടാൻ സമയമായി. വേണ്ട, ഒരു ചെറിയ സ്പൂൺ ഉപ്പ് പിന്നെ പാകത്തിന് എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പ് എങ്ങനെയാണ്. ഈ ഉപ്പ് പോരാ, നമുക്ക് പിന്നെ നോക്കിയിട്ടിടാം. ഉപ്പ് കൂടിപ്പോയ പ്രശ്നമാണല്ലോ. മല്ലിപ്പൊടി കുറച്ച് മതി. മല്ലിപ്പൊടി കൂടിപ്പോയാൽ മീൻ വളിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പണ്ടുള്ളവർ പറയും. അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇടും. ഇപ്പോൾ കോട്ടയം സ്റ്റൈലാണെങ്കിൽ മല്ലിപ്പൊടി ഇടുകയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇടാതെ മുളക് പൊടി മാത്രം. പക്ഷേ എന്തോ ഞാൻ പണ്ട് മുതലേ ഇച്ചിരി മല്ലിപ്പൊടി ഇടും. ഇതിൽ കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൂട്ടാൻ വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇച്ചിരി ഇട്ടുള്ളൂ. പെട്ടെന്നൊരു മീൻകറി. അരപ്പ് നല്ലതുപോലെ അങ്ങോട്ട് തിളയ്ക്കട്ടെ. നമുക്ക് പുളി ഇടാൻ സമയമായേ. അതായത് ഇത് നേരത്തെ ഞാൻ പരുവത്തിനെടുത്ത് വെച്ചിരുന്നതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. ചിലപ്പം പുളിയിൽ മണ്ണൊക്കെ കാണാൻ ചാൻസ് ഇല്ലേ. അതുകൊണ്ട് 15 മത്തിക്കുള്ള പുളി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു 4-5 നല്ല പീസ്. പുളിവെള്ളം ഞാൻ ഒഴിക്കാറില്ല. പലരും പുളിവെള്ളം ഒഴിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഒഴിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കഴുകിയൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ആ പുളിവെള്ളം ഒഴിക്കാം. അപ്പം അത്രയും പുളി നമ്മൾ കുറച്ചിട്ടാൽ മതി. പുളിവെള്ളം ഒഴിക്കുവാണെങ്കിൽ അപ്പോൾ അത്രയും പീസ് ഇടണ്ട, കുറച്ച് പുളി ഇട്ടാൽ മതി.
ഇനി നമുക്ക് മീനിടാൻ സമയമായിട്ടുണ്ട്. മീൻ ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മുറിച്ചിട്ടില്ല, നീളത്തിൽ തന്നെ ഇടുവാണ്. പിന്നെ മുങ്ങിക്കിടക്കാൻ പരുവത്തിന് ചാറ് നമ്മൾ വെക്കണം. അടച്ചു വയ്ക്കാം കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്സ് അടച്ചു വയ്ക്കാം. നമുക്കിനി ഒന്ന് തുറന്നു നോക്കിയാലോ. നല്ലപോലെ തിള വന്നു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കിടക്കട്ടെ. എന്നാൽ ഈ തിളയുടെ കൂട്ടത്തിൽ ആ കറിവേപ്പ് അങ്ങനെ കിടന്നെങ്കിൽ മാത്രമേ ഒരു മണം അങ്ങോട്ട് മൂക്കിലോട്ടടിച്ച് കയറുള്ളൂ. നമുക്കൊന്ന് ഇളക്കി നോക്കിയാലോ. മീൻ പരുവമായിട്ടുണ്ടേ. ഇച്ചിരി കൂടെ ആവുമ്പോഴത്തേക്കും ഇവൻ റെഡി. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കിയാലോ. ഇച്ചിരി കൂടെ പറ്റാറുണ്ട്. ഉപ്പ് ഒരു ശകലം കൂടെ മതി. പറ്റിയപ്പോൾ അത് കറക്റ്റായി. എന്നാലും ഒരു ശകലം കൂടെ വേണം. ഒരു തുള്ളി ഉണ്ട്, ഇത്ര. ഇനി ഒരു മേമ്പൊടിയുണ്ട്. സാധാരണ ഇത് നേരത്തെ ഇച്ചിരി ഇടാം, പക്ഷെ ഞാനതങ്ങ് മറന്നു പോയായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും വേണ്ട ഇച്ചിരി ഉലുവാപ്പൊടി, ഇത്രയും ഞാനിട്ടിട്ടുള്ളേ. ഇതിനൊരു പ്രത്യേക മണമാണ്. 15 മത്തിയല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അത്രയും മതി. നമ്മൾ കറിവേപ്പില ഇച്ചിരി ഇരിക്കട്ടെ. ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. നല്ല കാറ്റുണ്ട് വെളിയിൽ. ഇന്നത്തെ ദിവസം മഴയില്ലായിരുന്നു, പക്ഷേ നല്ല വെയിലും ഇല്ല. നല്ല കാറ്റുണ്ട്, അണയും ഉണ്ട്. ഇല്ല, ഇപ്പം നമ്മുടെ മീൻകറി റെഡിയായെന്ന് നിങ്ങൾക്കും കാണുമ്പം മനസ്സിലാവും. കാര്യം എന്താ, ആ കളർ, ആ എണ്ണ മേളിൽ കിടക്കുന്നത് കണ്ടോ, ഈ കളർ. ഇപ്പം നമുക്ക് ആർക്കും പറയണ്ട, മീനൊന്ന് ഒന്ന് നോക്കുക പോലും വേണ്ട, ആ മീൻകറി റെഡിയായി. കണ്ടോ? അപ്പോൾ ഓക്കെ, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കാൻ തോന്നും. ഞാൻ ഈ ഉപ്പിടുന്നതിൽ പേടിച്ചാണ് ഉപ്പിടുന്നത്. കാരണം എങ്ങാനും കൂടിപ്പോയാലേ അത് കുറയ്ക്കുന്ന ഇച്ചിരി ടാസ്ക്കാണ്. അതുകൊണ്ട് പേടിച്ചാണ് ഉപ്പിടുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ്. എന്താണ്? നല്ല വെളിച്ചെണ്ണ. വേണ്ട, നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട്. ഓക്കെ, അത്രയും മതി.
അടിപൊളിയല്ലേ? ആ, ഇത്രയും വേണം ചാറ്, കുറുകി ഇത്രയും വേണം ചാറ്. ഓക്കെ, സ്റ്റൗ ഓഫ് ചെയ്യാം. മീൻ കറി റെഡി. നമുക്കൊരു മത്തി പരിഞ്ഞിൽ തോരൻ, മത്തി കുറേ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ പരിഞ്ഞിലെടുത്തായിരുന്നു. ആ പരിഞ്ഞിൽ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചു ആവശ്യത്തിന്. കടുക് ഒരു ഇച്ചിരി കൂടുതലിട്ടു. മുളകിട്ടു. ഇത്രയും പരിഞ്ഞിലിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇടത്തരം സവാളയും ഒരു 5 പച്ചമുളകും കൂടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിന് സവാളയും ഇടാം, കൊച്ചുള്ളിയും ഇടാം. സവാളയും കൊച്ചുള്ളി ആകുമ്പം ഇച്ചിരി കൂടെ ടേസ്റ്റ് കാണും. അതുകൊണ്ട് ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് പരിഞ്ഞിലിടാം. കാരണം ഈ പരിഞ്ഞിന് ഇച്ചിരി വേഗമുണ്ട്. അതും കൂടെ കിടന്ന് ഇതാവുമ്പോഴത്തേക്കുമാണ് നമുക്ക് റെഡിയാവുള്ളൂ. അപ്പോൾ അത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ, ഈ ഇടുന്ന മുളക് സവാളയും ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അതിന് മുമ്പേ ഇടണം. ഒത്തിരി പരിഞ്ഞിലുണ്ടായിരുന്നു. ഒരു 15 മത്തി കിട്ടിയാൽ ആ 15 മത്തിക്കും ഒരു 2-3 പരിഞ്ഞിൽ വെച്ചുണ്ടായിരുന്നു. നമുക്ക് ഉപ്പിടാം. കുറച്ചുപ്പ്, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. മുരിഞ്ഞ് വരുന്നുണ്ടേ. ഇനി ഈ പരുവത്തിന് ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. വേണ്ട, ഇത്രയും തേങ്ങ വേണ്ട, ഒരു ബൗള് നിറച്ചില്ല, നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് ഉപ്പൊന്ന് നോക്കാം. പരുവാണ്. ഇത്രയും ധാരാളമാണ്. ഇതിങ്ങനെയും കഴിക്കാം. പിന്നെ ഒരലങ്കാരത്തിന് ഒരു നുള്ള് മഞ്ഞപ്പൊടി, പിന്നെ ഒരിച്ചിരി എരിക്ക്, ഒരിച്ചിരി കുരുമുളക് പൊടി,
തീ നമ്മൾ കുറയ്ക്കണം ഈ പരുവത്തിന്. ഇനി ലാസ്റ്റ് അറ്റം നമ്മുടെ കറിവേപ്പില ഒരെണ്ണം കൂടെ ഇടാം. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, നമുക്കുള്ള വിഷയത്തിൽ നമ്മുടെ പരിഞ്ഞിൽ, മത്തി പരിഞ്ഞിൽ തോരൻ റെഡി. സ്റ്റൗ ഓഫ് ചെയ്യുന്നു. കണ്ടോ കണ്ടോ, മത്തിക്കരിഞ്ഞിൽ തോരൻ. ഇതൊക്കെ കണ്ടിട്ട് ക്ഷമ പോയിട്ട് വെയിറ്റിങ്ങിൽ ഇരിക്കുവാ ചേട്ടൻ. പെട്ടെന്ന് വിളമ്പാൻ പറയുക. ഇത് വാവയുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി. തോലെ ശകലം ചാറ് ഒഴിക്കും. പരിഞ്ഞിൽ തോരൻ. ഇങ്ങനെ ഇരിക്കും പരിഞ്ഞിൽ. ഒരു എന്താ പരിഞ്ഞിൽ തോരൻ. ഇനി നമ്മുടെ ഐറ്റം ഏതാണ്? മത്തിക്കറി. വാവ്, ഒരെണ്ണം കൂടെ അങ്ങ് വയ്ക്കാല്ലേ. വായിലങ്ങ് വെള്ളം വരുക. നമുക്ക് ആദ്യം ഏതിലാണ് കഴിക്കേണ്ടേ? ഈ ഓണെടുത്ത് വെച്ചിരിക്കുക. അങ്ങോട്ട് ഓലൻ ടേസ്റ്റ് നോക്കാവേ. എനിക്ക് ഈ മത്തിക്കറി ഇങ്ങോട്ട് ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇത് തന്നെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി. എൻ്റെ ചാറ് കൂട്ടിയിട്ട് ഒരിച്ചിരി പരിഞ്ഞിലും കൂടെ എടുക്കാം. തോരൻ. ഇന്ന് ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറഞ്ഞാൽ എല്ലാവരും പറയും എന്തോ തള്ളാണെന്ന്. പക്ഷെ അതിങ്ങനെ തന്നെ കഴിച്ചു നോക്കാം. ഒരു ശകല മത്തി ഇങ്ങനെ എടുത്ത് കഴിച്ച് നോക്കാം വെറുതെ. ഒത്തിരി നാളായ മത്തി കഴിച്ചിട്ട്. ഒരു ഇച്ചിരി കപ്പയോ ചക്കയോ കൂടെ ഒക്കെ വേണമായിരുന്നു. ഓ, ഡിയർ ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഞാനിതൊന്ന് കഴിച്ച് കഴിയട്ടെ. സംസാരിക്കാൻ പോലും തോന്നുന്നില്ല ഇത് കഴിച്ചോണ്ടേ.